ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഈ സീസണിലെ തുടർച്ചയായ 4ാമത്തെ എവേ മത്സരവും വിജയിച്ചിരിക്കുന്നു. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 8 വിക്കറ്റുകൾക്കാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇന്ന് നമ്മളൊരു പ്രിവ്യൂ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിന് താഴെ ഒരു കമന്റ് വന്നിരുന്നു. അതായത് ഞാൻ പ്രിവ്യൂ വീഡിയോകളിൽ റെപ്പറ്റേറ്റീവ് ആയിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അപ്പോൾ അതൊഴിവാക്കിയാൽ വീഡിയോ ഒന്നുകൂടെ നന്നായിരിക്കും എന്നുള്ള കമന്റ് ആയിരുന്നു അത്. ഇങ്ങനെയുള്ള കമന്റുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും കിട്ടുന്ന ഈ ഫീഡ്ബാക്ക് ആണ് വീഡിയോ കൂടുതൽ ബെറ്റർ ആക്കാൻ എന്നെ സഹായിക്കുന്നത്. നമ്മളുടെ ചാനലിലുള്ള വീഡിയോസിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. വീഡിയോയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ ഒഫൻഡ് ആവുമോ, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുമോ, എനിക്ക് വിഷമം വരുമോ എന്നുള്ള കാര്യം ഒരിക്കലും ചിന്തിക്കേണ്ട. കാരണം ഇങ്ങനെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കൂടുതൽ ബെറ്റർ ആവുന്നത്. അപ്പോൾ ഇനി നമുക്ക് മത്സരത്തിലേക്ക് പോവാം. ഞാൻ ഈ മത്സരത്തിന്റെ പ്രിവ്യൂ വീഡിയോ ചെയ്തപ്പോൾ ഫിൽ സോൾട്ട് ഒരു മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇമ്പാക്റ്റിനെ പറ്റി സംസാരിച്ചിരുന്നു. അതായത് ഫിൽ സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ റിസ്ക് ഗെയിം കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുപോലൊരു വലിയ ടൂർണമെന്റിൽ ഇപ്പോൾ ഒരു 5 മത്സരം കളിക്കുകയാണെങ്കിൽ 2 മത്സരത്തിൽ ഫെയിൽ ആയെന്ന് വരാം. പക്ഷെ നന്നായി കളിക്കുന്ന 3 മത്സരങ്ങളിൽ സോൾട്ടിനെ പോലൊരു പ്ലെയർ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതായിരിക്കും. ഇന്നത്തെ മത്സരത്തിൽ നിന്ന് അത് വ്യക്തമാണ്. ഈ മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കപ്പെട്ടത് പവർ പ്ലേയിലാണ്. മത്സരത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ടോസ് നേടിയ RCB ക്യാപ്റ്റൻ രജത് പട്ടിദാർ ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ഇത് ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ ഈ സീസണിൽ നടക്കുന്ന ആദ്യ മത്സരമാണ്. അപ്പോൾ പിച്ച് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ RCBക്ക് വളരെ നല്ലൊരു ടോസ് ആയിരുന്നു ഇത്. ആദ്യ ബാറ്റിങ്ങിനെ ക്രീസിലെത്തി ജയ്സ്വാളിനെയും സഞ്ജുവിനെയും കൃത്യമായ പ്ലാനിങ്ങോടെ RCB ബൗളർമാർ ശ്വാസം മുട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പവർ പ്ലേയിൽ കണ്ടത്. പവർ പ്ലേയിൽ ഒരു ഘട്ടത്തിൽ പോലും ആ ഒരു ഷാക്കിൾസ് ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു റൺ റേറ്റിൽ സ്കോറിംഗ് നടത്താൻ ഇവരെ രണ്ടുപേരെയും RCB ബൗളർമാർ അനുവദിച്ചില്ല. ഇപ്പോൾ RCB തോറ്റ മത്സരങ്ങളിലായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, RCB ബൗളർമാർ വളരെ മികച്ച രീതിയിൽ തന്നെ ആ ഒരു സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ, അതും ചിന്നസ്വാമിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ബാറ്റിംഗ് പിന്നോട്ട് പോയത് കൊണ്ട് മാത്രമാണ് അവർ 2 മത്സരങ്ങൾ തോറ്റത്. ബൗളർമാരാവും വിധം ആ മത്സരം അവസാന ഓവറുകളിലേക്ക് അറ്റ്ലീസ്റ്റ് ഒരു 18ാം ഓവർ വരെയെങ്കിലും നീട്ടാൻ അവർക്ക് 2 മത്സരങ്ങളിലും സാധിച്ചു. അത് ഈ സീസണിലെ RCB ബൗളർമാരുടെ മികവാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പിച്ചിൽ ബാറ്റിങ്ങിനായിട്ട് എത്തുമ്പോൾ ബാക്കിയുള്ള സ്റ്റേഡിയങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സ്ലോ പിച്ചാണ്. 180 എന്ന് പറയുന്നത് ഒരു ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ വരുന്ന ഒരു പിച്ചാണ് നമ്മുടെ ജയ്പൂരിലേത്. അപ്പോൾ അങ്ങനെയുള്ള പിച്ചിൽ പവർ പ്ലേയിൽ ആ ഒരു ഹാർഡ് ബോൾ ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് റൺസ് സ്കോർ ചെയ്താൽ, നമ്മളിപ്പോൾ ചെപ്പോക്കിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു 6 ഓവറിൽ 60 മുകളിലൊക്കെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ടീമിന് വളരെ ഈസിയാണ് കാര്യങ്ങൾ. ഇപ്പോൾ പവർ പ്ലേയിൽ ഒരു 60 റൺസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയുള്ള 14 ഓവറുകളിൽ വലിയ റിസ്ക് എടുത്തില്ലെങ്കിൽ പോലും പാർ സ്കോറിന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റും. അവിടെയാണ് RCB ബൗളർമാർ മികവ് കാണിച്ചത്. ഇവിടെ രാജസ്ഥാൻ റോയൽസിന് എടുക്കാൻ കഴിഞ്ഞത് വെറും 45 റൺസ് മാത്രമാണ്. എന്നാൽ വിക്കറ്റുകൾ കളയാതെ സൂക്ഷിക്കാൻ നമ്മുടെ ജയ്സ്വാളിനായാലും സഞ്ജുവിനായാലുമായി. ഇനി നമ്മുടെ സഞ്ജുവിന്റെ ഇന്നിംഗ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ RCB ബൗളർമാർ മികച്ച രീതിയിൽ സഞ്ജുവിനെ റെസ്ട്രിക്ട് ചെയ്തു. ഒരു തരത്തിലും സഞ്ജുവിന് ഇഷ്ടപ്പെട്ട ഷോട്ടുകൾ കളിക്കാനായിട്ട് RCB ബൗളർമാർ അനുവദിച്ചില്ല. ആ ഇന്നിംഗ്സിലുടനീളം സഞ്ജുവിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രഗിൾ ആയിരുന്നു. ഒടുവിൽ 7ാമത്തെ ഓവറിൽ കൃണാൽ പാണ്ഡ്യയുടെ പന്തിലാണ് സഞ്ജു പുറത്താവുന്നത്. പവർ പ്ലേയിൽ RCB ബൗളർമാർ സഞ്ജുവിന് മുകളിൽ ബിൽഡ് ചെയ്ത പ്രഷറിന്റെ ഫലമായിട്ടാണ് പവർ പ്ലേ കഴിഞ്ഞ് തൊട്ടടുത്ത ഓവറിൽ തന്നെ കൃണാൽ പാണ്ഡ്യയ്ക്ക് സഞ്ജുവിന്റെ വിക്കറ്റ് ലഭിക്കുന്നത്. 19 പന്തുകളിൽ നിന്ന് വെറും 15 റൺസ് മാത്രമാണ് സഞ്ജുവിന് എടുക്കാൻ കഴിഞ്ഞത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പവർ പ്ലേയിൽ എത്ര മികച്ച രീതിയിലാണ് RCB ബൗളർമാർ സഞ്ജുവിനെതിരെ പന്തെറിഞ്ഞതെന്ന്. ഇനി അത് കഴിഞ്ഞിട്ട് റിയാൻ പരാഗ് വന്നു. റിയാൻ പരാഗ് കുറച്ച് ഷോട്ട്സ് ഒക്കെ കളിച്ചു. അതേസമയം തന്നെ തുടക്കം ഒന്ന് സ്ട്രഗിൾ ചെയ്തെങ്കിലും പതുക്കെ യശസ്വി ജയ്സ്വാൾ ആ ഒരു തൻ്റെ ഒരു ഗ്രൂവിലേക്ക് എത്താൻ തുടങ്ങി. എങ്കിലും നമ്മൾ RCBയുടെ ബൗളിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ആ ഒരു കൺട്രോൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഒരു സൈഡിൽ ജയ്സ്വാൾ സെറ്റായി, പിന്നീട് കൂടെ പരാഗുണ്ട്. എന്നിട്ടും അവർക്ക് ആ കളി കൈവിട്ടു പോകാൻ, അതായത് ഒരു 8 അല്ലെങ്കിൽ 9 റൺ റേറ്റിൽ അവരെ സ്കോർ ചെയ്യാൻ നമ്മുടെ RCB അനുവദിച്ചില്ല. പിച്ചിന്റെ ആ ഒരു സ്ലോനെസ് പരമാവധി മുതലെടുത്തുകൊണ്ടാണ് RCB ബോൾ ചെയ്തത്. ഈ പറഞ്ഞ ആ ഒരു മിഡിൽ ഫേസിൽ ആ ഒരു 9 ഓവറിൽ വെറും 69 റൺസ് മാത്രമാണ് നമ്മുടെ RRന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെയും ഒരു റൺ റേറ്റ് എന്ന് പറയുന്നത് 7.67 മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ പിച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. അതായത് ബാക്കിയുള്ള പിച്ചുകളെ പോലെ ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ അല്ലെങ്കിൽ പോലും ഒരു 8 റൺ റേറ്റിൽ പോലും ഇപ്പോൾ പവർ പ്ലേയിലായാലും മിഡിൽ ഓവേഴ്സിലായാലും RRന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. ആ രീതിയിൽ അവർ ടൈറ്റൻ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ഫൈനൽ ഓവേഴ്സിലേക്ക് വന്നപ്പോഴാണ് പിന്നീട് അവർക്കൊരു മൂവ്മെന്റ് കിട്ടിയത്. ജുറിൽ നല്ലൊരു കമിയോ റോൾ കളിച്ചു. അതുപോലെ ജയ്സ്വാളും കുറച്ച് എക്സ്പെൻസീവ് ഷോട്ട്സ് ഒക്കെ കളിച്ചപ്പോഴേക്കും അവസാനം ഒരു 5 ഓവറുകൾ അവർക്ക് ഒരു മൂവ്മെന്റ് കിട്ടി. അതായത് 5 ഓവറിൽ ഒരു 59 റൺസ് സ്കോർ ചെയ്യാൻ പറ്റി. അങ്ങനെ ടോട്ടൽ ഒരു 173 എത്തിക്കാൻ നമ്മുടെ രാജസ്ഥാൻ റോയൽസിനായി. ഇനി അവരുടെ ബാറ്റിംഗ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ജയ്സ്വാൾ 47 പന്തുകളിൽ 10 4 2 6 അടക്കം 75 റൺസ് എടുത്തു. റിയാൻ പരാഗ് ഒരു ഡീസന്റ് ഇന്നിംഗ്സ് ആണ് കളിച്ചത്. യഷ് ദയാലിന്റെ ഒരു സ്ലോ ബോൾ അടിക്കാൻ നോക്കി കോഹ്ലിയുടെ കൈകളിലെത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ധ്രുവ് ജുറൽ 23 പന്തിൽ 35 റൺസ് എടുത്തു, 2 4 2 6 അടക്കം. പിന്നെ ഹെഡ്മേറിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, 8 പന്തിൽ 9 റൺസ്. പിന്നെ നിതീഷ് റാണയ്ക്ക് ഒരൊറ്റ പന്ത് മാത്രമാണ് കിട്ടിയത്, അതായത് ഈ ഒരു ഇന്നിംഗ്സിലെ അവസാന ബോൾ. ആ ബോൾ 4 അടിക്കാൻ നിതീഷിന് കഴിഞ്ഞു. ഇനി ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഭുവനേശ്വർ കുമാർ 4 ഓവറിൽ 32 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്, 1 വിക്കറ്റ്. അതുപോലെ യഷ് ദയാൽ 4 ഓവറിൽ 36 റൺസ് കൊടുത്ത 1 വിക്കറ്റ്. പിന്നീട് കൃണാൽ പാണ്ഡ്യ വളരെ മികച്ച രീതിയിൽ എറിഞ്ഞു മാറി, 4 ഓവറിൽ 29 റൺസ് മാത്രം കൊടുത്ത 1 വിക്കറ്റ്.
ഹേസൽവുഡും 3 ഓവറിൽ 26 റൺസ് കൊടുത്ത ഒരു വിക്കറ്റ്. സുയാഷ് ശർമ്മ ബാക്കി മത്സരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയി. ഇവിടെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RCBയുടെ ഇന്ന് വളരെ മോശം ഫീൽഡിംഗ് ആയിരുന്നു. 3 ക്യാച്ചസ് ആണ് അവർ വിട്ടുകളഞ്ഞത്. അതിൽ വിരാട് കോഹ്ലി അടക്കം, അതായത് പൊതുവേ സേഫ് ഹാൻഡ്സ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല ഫീൽഡറായ വിരാട് കോഹ്ലി അടക്കം ക്യാച്ചുകൾ വിട്ടുകളഞ്ഞു. ഇനി ക്യാച്ചുകൾ മാത്രമല്ല, ഔട്ട് ഫീൽഡിംഗ് മോശമായിരുന്നു. അതായത് കുറെ മിസ്ഫീൽഡ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അധിക റൺസ് രാജസ്ഥാന് കിട്ടി. ഇപ്പൊ സുയാഷ് ശർമ്മയുടെ കാര്യം പറഞ്ഞാൽ പുള്ളിയുടെ ഫിഗർ ഒക്കെ കുറച്ച് മോശമാകാൻ കാരണം RCBയുടെ ഒരു മോശം ഫീൽഡിംഗ് ആണ്. ഇപ്പം ധ്രുവ് ജുറലിന്റെ ക്യാച്ച് കോഹ്ലി ആ ഒരു ഇന്നിംഗ്സിന്റെ തുടക്കത്തിലാണ് കളഞ്ഞത്. അത് കഴിഞ്ഞൊരു 35 റൺസ് നമ്മുടെ ധ്രുവ് ജുറൽ അടിച്ചു. അപ്പോൾ ആ ഒരു മോശം ഫീൽഡിംഗ് കൂടി കാരണമാണ് രാജസ്ഥാൻ റോയൽസ് ഈ 173 എന്ന സ്കോറിലെത്തിയത്. RCBയുടെ വളരെ മികച്ചൊരു ബോളിംഗ് എഫേർട്ട് ആയിരുന്നു. കാരണം ഒരു പാർ സ്കോർ ഞാൻ പറഞ്ഞ പോലെ 180 ആണ്. അതിൽ താഴെ നിർത്താൻ ഇവർക്കായി. അതിനുശേഷമാണ് നമ്മുടെ സോൾട്ടും കോഹ്ലിയും ഈ ഒരു ചേസിങ്ങിനായിട്ട് എത്തുന്നത്. ഇവിടെയാണ് ഞാൻ നമ്മുടെ വീഡിയോയുടെ തുടക്കം പറഞ്ഞ ഒരു ഫിൽ സാൾട്ടിന്റെ ഇന്നിംഗ്സിന്റെ പ്രസക്തി. നമ്മുടെ പവർ പ്ലേയിൽ എടുത്തത് വെറും 45 റൺസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഓവർ ആർച്ചറാണ്. ആർച്ചർ സോൾട്ട് ഒരേ രാജ്യക്കാരാണ്. അപ്പം നെറ്റ്സിലൊക്കെ ആർച്ചറിനെ നേരിട്ട നല്ല പരിചയം സോൾട്ടിനുണ്ട്. എങ്കിലും ആദ്യത്തെ ഓവറിൽ ആർച്ചർ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. സോൾട്ടിനെ വിറപ്പിച്ചു എന്ന് തന്നെ പറയാം. ആദ്യ ഓവർ അത്രയും ഫാൾ സ്ട്രോക്കുകൾ ആർച്ചർ നമ്മുടെ സോൾട്ടിന്റെ ബാറ്റിൽ നിന്ന് ഇൻഡ്യൂസ് ചെയ്തു. പക്ഷേ ആ ഓവറിൽ വിക്കറ്റ് പോയില്ല. അത് കഴിഞ്ഞ് സോൾട്ട് ശരിക്കും നമ്മുടെ ബോളർമാരെ എടുത്തിട്ട് കുടഞ്ഞു. പവർ പ്ലേയിൽ കൂടുതലും അപ്പോൾ ആർച്ചറൊക്കെ ബോൾ ചെയ്യുമ്പോൾ ലെഗ് സൈഡിലോട്ടാണ് അടിക്കാൻ സാധിക്കുക. അതായത് ഓഫ് സൈഡിൽ അധികം ആ ഒരു ലൈനിൽ അടിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ സോൾട്ട് ആ ലൈൻ കവർ ചെയ്തിട്ട് ലെഗ് സൈഡിലോട്ട് മികച്ച ഷോട്ടുകൾ കളിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓഫ് സൈഡിലേക്കും അതുപോലെ എക്സ്പാൻസീവ് ആയിട്ടുള്ള ഷോട്ടുകൾ കളിച്ചു. പവർ പ്ലേയിൽ തന്നെ നമ്മളിപ്പോൾ ചെപ്പോക്കിൽ ഫിൽ സോൾട്ട് ഇന്നിംഗ്സ് പറഞ്ഞ പോലെ, അതുപോലെ ഈഡൻ ഗാർഡൻസിൽ പറഞ്ഞ പോലെ കുറച്ച് ടഫ് പിച്ചിൽ ആ ഒരു പവർ പ്ലേയിൽ തന്നെ മാച്ച് കില്ല് ചെയ്യാൻ ഫിൽ സോൾട്ടിനായി. ഇവിടെ കോഹ്ലിയുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സിംഗിൾ ഇട്ട്, അതായത് ഒരു സെക്കൻഡ് ഫിഡിൽ ഒരു സപ്പോർട്ടിംഗ് റോൾ മാത്രമാണ് കോഹ്ലി ചെയ്തത്. സിംഗിൾ ഇട്ട് ഫിൽ സോൾട്ടിന് സ്ട്രൈക്ക് കൊടുക്കുക. ഫിൽ സോൾട്ട് ഒരു സൈഡിൽ നിന്ന് നന്നായിട്ട് അടിക്കും. അപ്പോൾ ഈ ഇന്നിംഗ്സുകൾ തമ്മിൽ ഒരു 20 റൺസിന്റെ വ്യത്യാസം പവർ പ്ലേയിൽ തന്നെ ഉണ്ടായി. 45 എടുത്ത സ്ഥാനത്ത് നമ്മുടെ RCB വിക്കറ്റ് നഷ്ടമില്ലാതെ 65 എടുത്തു. രണ്ട് ടീമുകളും വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടുത്തിയില്ല. പക്ഷെ ആ ഒരു 20 റൺസിന്റെ ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാച്ചിൽ പിവറ്റിലായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് RCBക്ക് ഒരു റിസ്ക് എടുക്കേണ്ടി വന്നില്ല. 9ാം ഓവറിൽ കുമാർ കാർത്തികയുടെ പന്തിൽ നമ്മുടെ സോൾട്ട് പുറത്താവുമ്പോൾ RCBയുടെ സ്കോർ ഓൾറെഡി 92 എത്തിയിരുന്നു. അതായത് ഓൾറെഡി 10, അതായത് ഇതേ സമയം ഒരു 7.5 എന്ന റേറ്റിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് RCBയുടെ റൺ റേറ്റ് ഒരു 10ന് മുകളിലായിരുന്നു ആ ഒരു സമയത്ത്. 33 പന്തുകളിൽ നിന്ന് 5 4ഉം 6 6ഉം അടക്കം 65 റൺസാണ് സോൾട്ട് എടുത്തത്. സോൾട്ട് തന്നെയാണ് പിന്നീട് മാൻ ഓഫ് ദ മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. കാരണം ഈ ഒരു മത്സരത്തിലെ ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ട് തന്നെയായിരുന്നു. ഇപ്പൊ ഇവിടെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യ ഇന്നിംഗ്സിൽ RCB 3 ക്യാച്ച് വിട്ട് കളഞ്ഞു. അപ്പോൾ RCB 3 ക്യാച്ച് വിട്ട് കളഞ്ഞെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടി കൂടുതൽ വിട്ട് കളയുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ 4 ക്യാച്ചുകളാണ് വിട്ട് കളഞ്ഞത്. ഇവിടെ സാൾട്ട് കൊടുത്ത ക്യാച്ച് ഉണ്ട്. ഇപ്പോൾ സന്ദീപ് ശർമ്മ എന്ന് വെച്ചാൽ കോഹ്ലിക്കെതിരെ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ബോളറാണ്. അപ്പോൾ 7 വട്ടം വിരാട് കോഹ്ലിയെ പുറത്താക്കിയിട്ടുണ്ട്. ഇന്നൊരു 8ാമതൊരു ചാൻസ് ഉണ്ടായിരുന്നു. ആ ഒരു ക്യാച്ച് റിയാൻ പരാഗ് കളഞ്ഞു. അതുപോലെ തന്നെ സോൾട്ടിന്റെ ഒരു ഫെയർലി സിമ്പിൾ ചാൻസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാച്ച് ജയ്സ്വാൾ കളഞ്ഞു. ആ ഒരു പന്തിൽ തന്നെ നമ്മുടെ ഫിൽ സോൾട്ടിനെ റൺഔട്ട് ആക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. കാരണം ഫിൽ സോൾട്ട് വിട്ട് കളഞ്ഞു. കൊള്ളുന്നെങ്കിൽ കൊള്ളട്ടെ, ഞാൻ കയറി പോയിക്കൊള്ളാം എന്നുള്ള രീതിയിലാണ് ഫിൽ സോൾട്ട് ഓടിയത്. പക്ഷെ അത് ഹിറ്റ് ചെയ്യാൻ, ആ ഒരു ഡയറക്റ്റ് ഹിറ്റ് ചെയ്യാൻ ജയ്സ്വാളിന് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് പിന്നെ സന്ദീപ് ശർമ്മയ്ക്ക് ഒരു ടഫ് ചാൻസ് കൊടുത്തു ഫിൽ സോൾട്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവർ 3 ക്യാച്ച് കളഞ്ഞ്, RCB 3 ക്യാച്ച് കളഞ്ഞ് ചെയ്ത സഹായത്തിന് ഇവരൊരു 4 ക്യാച്ചും ഒരു റൺഔട്ടും വിട്ട് കളഞ്ഞ് പ്രത്യുപകാരം ചെയ്തു. അപ്പൊ നമ്മൾ എപ്പോഴും പറയും, ഇന്നലത്തെ മത്സരത്തിൽ പറഞ്ഞു, അഭിഷേക് ശർമ്മയുടെ ക്യാച്ച് വിട്ട് കളഞ്ഞതാണ് ആ ഒരു മത്സരം ഇത്രയും പെട്ടെന്ന് 245 പോലുള്ള സ്കോർ ഉയർത്തിയിട്ടും പഞ്ചാബ് തോൽക്കാൻ കാരണം. ഇന്നത്തെ മത്സരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് ടീമുകളും മത്സരിച്ച് മോശം ഫീൽഡിംഗ് നടത്തി. അതിൽ ആണ് കുറച്ചുകൂടി ഒരു ക്യാച്ചോട്ട് അധികം വിട്ട് കളഞ്ഞത്. അങ്ങനെ വന്നപ്പോഴേക്കും അവർക്കും റിസൾട്ട് എതിരായി. കാരണം ഫിൽ സോൾട്ട് ആ ഒരു പവർ പ്ലേയിൽ തന്നെ ഗെയിം കില്ല് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പടിക്കൽ വന്നു. പിന്നെ ആദ്യം അവർ കുറച്ച് പതുക്കെയാണ് കളിച്ചത്. ഇപ്പം കോഹ്ലി ആയാലും പടിക്കലായാലും, കാരണം പിച്ച് കുറച്ച് സ്ലോ ആണെന്ന് കോഹ്ലിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ആങ്കർ ഇന്നിങ്സ് ആണ് കോഹ്ലി കളിച്ചത്. ദേവദത്ത് പടിക്കലും പതുക്കെ ആ ഒരു ഫ്ലോയിലേക്ക് എത്തിയിട്ട് പിന്നെ അവർ രണ്ടുപേരും ഷോട്ട്സ് കളിക്കാൻ തുടങ്ങി. അതായത് കോഹ്ലി അറിയാലോ, ഒരു ചേസ് മാസ്റ്റർ ആണ് വിരാട് കോഹ്ലി. അപ്പൊ എങ്ങനെ എവിടെ ആക്സിലറേറ്റ് ചെയ്യണമെന്ന് വിരാട് കോഹ്ലിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പം തുടക്കം കുറച്ച് പതുക്കെ കളിച്ച് സിംഗിളൊക്കെ ഇട്ട് ആ ഒരു അറിയാലോ, ജയ്പൂരിലെ പിച്ച് ഒരു വലിയ പിച്ചാണ്. അപ്പോൾ അതിനനുസരിച്ച് ഗ്യാപ്പൊക്കെ ഫൈൻഡ് ചെയ്ത് സ്ട്രൈക്കൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് പിന്നെ അടിക്കേണ്ട സമയമായപ്പോഴേക്കും അടിച്ചു. ഒരു 6 അടിച്ച് തന്നെയാണ് കോഹ്ലി 50 തികച്ചത്. ഇത് വിരാട് കോഹ്ലിയുടെ T20 കരിയറിലെ 100ാമത്തെ 50 ആണ്. ഇനി നമ്മുടെ കോഹ്ലിക്ക് മുന്നിലുള്ളത് നമ്മുടെ ഡേവിഡ് വാർണർ മാത്രമാണ്. ഡേവിഡ് വാർണർ 108 50 ഉണ്ട്, വിരാട് കോഹ്ലിക്ക് 100. ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരാട് കോഹ്ലി നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഇന്റർനാഷണൽ T20യും IPL മാത്രമേ കളിക്കുന്നുള്ളൂ. ബാക്കിയുള്ള താരങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല ലീഗുകൾ കളിക്കുന്നതാണ്, ഡേവിഡ് വാർണർ ഉൾപ്പെടെ. പക്ഷെ ഇവിടെ വിരാട് കോഹ്ലി IPLലും നമ്മുടെ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചത് മാത്രം വെച്ചിട്ടാണ് ഈ ഒരു 100 T20 50s എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈൽ സ്റ്റോണിൽ എത്തിയിരിക്കുന്നത്. കാരണം അൺറിയൽ കൺസിസ്റ്റൻസിയാണ്. അത് നമ്മൾ അപ്ലോഡ് ചെയ്തേ മതിയാവും. പിന്നീട് ദേവദത്ത് പടിക്കലും കഴിഞ്ഞ മത്സരത്തിൽ 8 പന്തിൽ 1 റൺസാണ് എടുക്കാൻ കഴിഞ്ഞത്. ഇന്ന് അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. 28 പന്തിൽ 40 റൺസ് എടുത്തു. അങ്ങനെ ഇരുവരും ചേർന്നിട്ട് പിന്നീട്
ഒരു വിക്കറ്റ് പോലും അധികം നഷ്ടപ്പെടുത്താതെ നമ്മുടെ RCBയെ വിജയത്തിലെത്തിച്ചു. അത് നല്ലൊരു പാർട്ണർഷിപ്പ് ആയിരുന്നു. 18-ാം ഓവറിലെ 3-ാം പന്തിൽ തന്നെ RCB ജയിച്ചു. അതായത് ഇതുപോലൊരു സ്ലോ പിച്ചിൽ 15 പന്തുകൾ ബാക്കിയുള്ളപ്പോഴാണ് RCB വിജയിച്ചത്. അപ്പോൾ നെറ്റ് റൺ റേറ്റിലും ആ ഒരു ബൂസ്റ്റ് RCB കിട്ടി. RCB പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനത്തേക്ക് കയറി. ഇനി നമ്മൾ RRന്റെ ബോളിംഗിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോഫ്ര ആർച്ചർ 4 ഓവറിൽ 36 റൺസ് കൊടുത്തു. ജോഫ്ര ആർച്ചർ ആദ്യത്തെ ഓവർ മികച്ച രീതിയിലാണ് എറിഞ്ഞത്. എന്നിട്ടും ഓവറിൽ 10 റൺസ് പോയി. ടോട്ടൽ 36 റൺസ് കൊടുത്തു. പിന്നീട് അവരുടെ പിക്ക് ഓഫ് ദ ബോളർ നമുക്ക് പറയാൻ കഴിയുന്നത് കുമാർ കാർത്തികയാണ്. 3 ഓവറിൽ 25 റൺസ് കൊടുത്ത് ഫിൽ സോൾട്ടിന്റെ വിക്കറ്റ് എടുത്തു. ബാക്കിയുള്ള ബോളേഴ്സ് എല്ലാം 10-ന് മുകളിലാണ് റൺസ് കൊടുത്തത്. കാരണം ഫിൽ സോൾട്ടൊക്കെ ഒരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ, ആ ഒരു റഥത്തിൽ വന്നു കഴിഞ്ഞാൽ ആരെറിഞ്ഞാലും അടിക്കും. അവിടെ ഒരു ഹൈറിസ്ക് ഗെയിം തന്നെയാണ് പുള്ളി കളിക്കുന്നത്. അവിടെ പിന്നെ എറിയുന്നത് ആർച്ചർ ആണെന്നോ അല്ലെങ്കിൽ എറിയുന്നത് തീക്ഷ്ണയാണെന്നോ ഉള്ള നോട്ടമൊന്നും നമ്മുടെ സോൾട്ടിന് കാണത്തില്ല. അങ്ങനെ ഒരു ബ്രില്യൻ ഇന്നിങ്സ് ആണ് സോൾട്ട് കളിച്ചത്. അപ്പോൾ മാൻ ഓഫ് ദി മാച്ച് വെൽ ഡിസേർവ്ഡ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സോൾട്ടിന്റെ ഇന്നിങ്സ് തന്നെയായിരുന്നു ആ ഒരു ഡിഫറൻഷിയേറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ RCB തുടർച്ചയായിട്ടുള്ള 4-ാം എവേ മത്സരമാണ് വിജയിക്കുന്നത്. ആകെപ്പാടെ 2 മത്സരം ഹോമിൽ കളിച്ചു, 2ഉം തോറ്റെങ്കിലും എവേ മത്സരങ്ങളിൽ വളരെ മികച്ച റെക്കോർഡാണ്. 14 മത്സരങ്ങളും എവേ ആണെങ്കിൽ കൂടുതൽ നന്നായെന്നായിരിക്കും ഇപ്പോൾ RCB ആരാധകർ വിചാരിക്കുന്നത്. കാരണം RCB ഹോമിൽ കളിക്കുന്ന ടീമേ അല്ല, എവയിൽ വരുമ്പോൾ ഒരു ഡിഫറൻറ്റ് ബീസ്റ്റിനെ പോലെയാണ് RCB കളിക്കുന്നത്. എന്നാൽ ഹോം കണ്ടീഷനിലേക്ക് വരുമ്പോൾ അത് അവർ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട്. അതിൽ ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞ പോലെ ടോസ് ഒരു ക്രൂഷ്യൽ ഫാക്ടറാണ്. ചിന്നസ്വാമി സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൂവൽ ഗ്രൗണ്ടാണ്. ടോസ് പോലും ആ ഒരു സ്റ്റേഡിയത്തിൽ ആടെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഈ 2 മത്സരങ്ങളിലും പടിതാറിന് ടോസ് നഷ്ടപ്പെട്ടു. ഇനി പല വീഡിയോകളിലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ ചിന്നസ്വാമി ഒരു ഫോർട്രസ് ആക്കുക, അല്ലെങ്കിൽ ചിന്നസ്വാമിയിൽ കളിക്കുന്നതിൽ ഇനിയൊരു പകുതി മത്സരം, ഇനിയൊരു 5 മത്സരമുണ്ട്, അതിലൊരു 3 മത്സരങ്ങളെങ്കിലും ചിന്നസ്വാമിയിൽ ജയിക്കുക എന്നതായിരിക്കും RCBയുടെ മുന്നിലുള്ള ചലഞ്ച് എന്ന് പറയുന്നത്. RRനെ സംബന്ധിച്ച് വീണ്ടും കാര്യങ്ങൾ കുറച്ച് പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ആദ്യ 2 മത്സരങ്ങൾ തോറ്റു, പിന്നെ 2 ജയിച്ചു, ഇപ്പോൾ വീണ്ടും 2 തോറ്റു. ഇതൊരു ഹോം മാച്ച് ആയിരുന്നു. അപ്പോൾ അവർ കൺവിൻസിംഗ് ആയിട്ടുള്ള രീതിയിലാണ് തോറ്റുപോയത്. പിന്നെ ഫീൽഡിങ് തീർച്ചയായിട്ടും മെച്ചപ്പെടുത്തണം. അതിപ്പോൾ RCBയുടെ കാര്യത്തിലായാലും ഫീൽഡിംഗ് മെച്ചപ്പെടുത്തണം. ഇപ്പോൾ സഞ്ജു അത് തന്നെയാണ് പറഞ്ഞത്, ക്യാച്ചസ് വിൻ മാച്ചസ് ആണ്. ക്യാച്ചസ് കുറേ നഷ്ടപ്പെടുത്തി. 170 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ ഒരു സ്ലോ സർഫസിൽ പാർ സ്കോർ ആണെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ഒരു ക്യാച്ചസ് നഷ്ടപ്പെടുത്തിയത് കൊണ്ട് സോൾട്ട് പിന്നെ അവരെ കയറി അറ്റാക്ക് ചെയ്തു. മത്സരം ആ വഴി പവർ പ്ലേയിൽ തന്നെ അങ്ങ് പോയി. അപ്പോൾ തീർച്ചയായിട്ടും RRന് കുറേ ക്വസ്റ്റ്യൻസിന് ഉത്തരം കണ്ടെത്താനുണ്ട്. RCBയെ സംബന്ധിച്ച് അവരുടെ കോൺഫിഡൻസ് ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഹോം സ്റ്റേഡിയം മാത്രമാണ് അവർക്ക് മുന്നിൽ ഒരു പ്രശ്നമായിട്ട് അവശേഷിക്കുന്നത്. ഈ മത്സരത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.